ചില പാരൻസൊക്കെ എന്നെ കോൾ ചെയ്തിട്ടുണ്ട്, മോളെ എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോൾ അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും കിട്ടിയിട്ടില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള രീതിക്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ബുദ്ധിമുട്ടിയിട്ട് കുട്ടീനെ പഠിപ്പിക്കാൻ പറഞ്ഞയച്ച രക്ഷിതാക്കളൊക്കെ ഉണ്ടാവും. എനിക്കറിയാം ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് മക്കളോടൊപ്പം തന്നെ നിങ്ങൾക്കും രക്ഷിതാക്കൾക്കും ഭയങ്കര ഒരു സഫറിങ് ഫേസ് ആയിരിക്കും. നമ്മളായിട്ട് ഓരോ കുത്തുവാക്ക് പറഞ്ഞ് തകർത്തേണ്ട സമയം ഒന്നുമല്ല ഇത്. അത്രയ്ക്ക് ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവരെ കൂടെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കേണ്ട ഒരു സമയമാണ്. ഹലോ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നീറ്റ് 2025 എഴുതിയിട്ട് കിട്ടാത്തവരുടെ രക്ഷിതാക്കൾ അറിയാനാണ്. എനിക്കറിയാം നീറ്റ് 2025 വേണ്ടിയിട്ട് നിങ്ങളുടെ മക്കൾ ഒരുപാട് എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടുണ്ടാവും. മേ ബി അതിൽ റിപ്പീറ്റേഴ്സോ റിപ്പീറ്റേഴ്സോ സൂപ്പർ റിപ്പീറ്റേഴ്സോ ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ +1 +2 ഇൻ്റഗ്രേറ്റഡ് നന്നായി പഠിച്ചിട്ടും കിട്ടാത്തവരുണ്ടാവും. അപ്പോൾ കുട്ടികൾ അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഫേസിലൂടെ ആയിരിക്കും ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാവും. കാരണം അത്രയും എഫേർട്ട് ഇട്ട് പഠിച്ചിട്ട് പോലും എനിക്ക് ഇത്തവണത്തെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാലത്തെയും സ്വപ്നമായിട്ടുള്ള MBBS അത് കിട്ടിയില്ല എന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫേസിലായിരിക്കും അവർ. മേ ബി കുട്ടികൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ടോ അത്രത്തോളം, അല്ലെങ്കിൽ അതിനും അപ്പുറം ഉണ്ടാവും നിങ്ങളുടെ പാരൻസിൻ്റെ വിഷമം. കാരണം അവർ ത്രൂ ഔട്ട് ഇട്ടൊരു എഫേർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചില പാരൻസൊക്കെ എന്നെ കോൾ ചെയ്തിട്ടുണ്ട്, മോളെ എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോൾ അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും കിട്ടിയിട്ടില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള രീതിക്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ഇല്ലാത്ത പൈസയൊക്കെ എടുത്ത് കൊടുത്തിട്ടായിരിക്കും കുട്ടീനെ റിപ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനൊക്കെ വിട്ടിട്ടുണ്ടാവുക. എൻ്റെ ഇപ്പോൾ പൈസ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാലും അവൻ അല്ലെങ്കിൽ അവൾ പഠിക്കണം, പഠിച്ചിട്ട് നല്ല രീതിയിൽ എത്തണം, ഒരു ഡോക്ടറായിട്ട് എനിക്ക് അവൻ അല്ലെങ്കിൽ അവളെ കാണണം എന്നുള്ളൊരു അത്രയും വലിയൊരു ആഗ്രഹത്തിന് പുറത്തായിരിക്കും നിങ്ങളും ഈ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 2 വർഷം മക്കൾ സഫർ ചെയ്ത് അത്രയും കാലം നിങ്ങൾ സഫർ ചെയ്തിട്ടുണ്ടാവാം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്യണ സമയത്ത് അച്ഛനിങ്ങനെ മാസാമാസം ഹോസ്റ്റൽ ഫീ ഒന്നും അടയ്ക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിയിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് ഹോസ്റ്റൽ ഫീക്ക് പറയുന്ന സമയത്ത് അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ എവിടുന്നാ തരേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ആരെടുത്താ കടം ചോദിക്കേണ്ടതെന്ന് അറിയില്ല, ആ രീതിക്ക് പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത്രയും ബുദ്ധിമുട്ടിയിട്ട് കുട്ടീനെ പഠിപ്പിക്കാൻ പറഞ്ഞയച്ച രക്ഷിതാക്കളൊക്കെ ഉണ്ടാവും. എനിക്കറിയാം ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് മക്കളോടൊപ്പം തന്നെ നിങ്ങൾക്കും രക്ഷിതാക്കൾക്കും ഭയങ്കര ഒരു സഫറിങ് ഫേസ് ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം, എന്താ ഒരു വർഷം പോയില്ലേ എൻ്റെ മോളുടെ അല്ലെങ്കിൽ മോൻ്റെ ഒരു വർഷം പോയില്ല, ഇത്രയും പൈസ പോയില്ല എന്നൊക്കെ ഒരു ഭയങ്കര നമുക്കൊരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ദിവസങ്ങളായിരിക്കും ഇത്. പക്ഷേ ഒന്നാമത്തെ കാര്യം നമ്മളത് ആക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. പിന്നെ പറയേണ്ട കാര്യം, നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ സപ്പോർട്ട് വേണ്ട ഒരു സമയമാണിത്. സീരിയസ്ലി പറയാണ്, അവർ എത്രയോ ഉയരങ്ങൾ ജയിച്ച് കയറുന്നതിനേക്കാളൊക്കെ കൂടുതൽ, മീൻസ് ആ സമയത്തുള്ളതിനേക്കാളൊക്കെ കൂടുതൽ അത്രമാത്രം ആഗ്രഹിച്ചിട്ട് അത് കിട്ടാണ്ടായി പോകുന്ന സമയത്ത് തകർന്നു പോകുന്ന സമയങ്ങൾ, ഇത്തരം സമയങ്ങളിലാണ് അവർക്ക് നിങ്ങൾ രക്ഷിതാക്കളെ ഏറ്റവും കൂടുതൽ വേണ്ട, അമ്മേനെ അല്ലെങ്കിൽ അച്ഛനെ ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടാവും അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്ത് പറയും, ചീത്ത പറയും എന്നൊക്കെ വിചാരിച്ചിട്ട് ഈവൻ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പോലും അവർ അതും ആലോചിച്ചിട്ടായിരിക്കും ടെൻഷൻ അടിക്കുക. എനിക്ക് കിട്ടിയില്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്ത് ചീത്ത പറയുമോ വഴക്ക് പറയുമോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ഓരോ ടൈപ്പ് ഓഫ് പാരൻസ് ആയിരിക്കും. ചിലർ വല്ലാണ്ട് ഷൗട്ട് ചെയ്തൊക്കെ ചീത്ത പറഞ്ഞ് സംസാരിക്കുന്നവരായിരിക്കും, ചിലർ ഭയങ്കര സ്വീറ്റായിട്ട് സംസാരിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ മാക്സിമം അവരൊരിക്കലും ശകാരിക്കുകയോ അല്ലെങ്കിൽ നീ പഠിക്കാത്തത് കൊണ്ടല്ലേ, നീ എഫേർട്ട് ഇടാത്തതുകൊണ്ടല്ലേ നിനക്ക് കിട്ടാൻ, അല്ലെങ്കിൽ വേറെ ആൾക്കാരെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമോ, അപ്പോൾ അവർക്ക് കിട്ടിയില്ലേ, അപ്പുറത്തെ വീട്ടിലെ ഇവരെ മോൾക്ക് കിട്ടിയില്ലേ, ഓൾക്ക് കിട്ടിയില്ലേ, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ കമ്പാരിസൺ ചെയ്യേണ്ട സമയമോ അല്ലെങ്കിൽ അവരെ ചീത്ത പറയോ അല്ലെങ്കിൽ അവരെ നമ്മളായിട്ട് ഓരോ കുത്തുവാക്ക് പറഞ്ഞ് തകർത്തേണ്ട സമയം ഒന്നുമല്ല ഇത്. അത്രയ്ക്ക് ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവരെ കൂടെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇപ്പം റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടാത്തവർ ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സിനൊക്കെ പോകണമെന്ന് ഇങ്ങനെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ടൈമായിരിക്കും. അപ്പം അവരോടൊപ്പം തന്നെ നിങ്ങൾ രക്ഷിതാക്കളും ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കുക. ഇനി മോനെ അല്ലെങ്കിൽ മോളെ റിപ്പീറ്റ് ചെയ്യാൻ വിടണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സാണോ വേണ്ടതെന്നുള്ള രീതിക്ക് അവരുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും കമ്പൽ ചെയ്യരുത്. അവർക്ക് എന്താണോ ഇഷ്ടം അതവരെ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുക, അതിനുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.